ഹലോ, ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ബോൺലെസ് ചിക്കൻ പീസസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് അര നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു 4-5 വിസിൽ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് കുക്കറിന് മാറ്റി വെച്ചേക്കാം. ഇനി സ്പ്രിംഗ് റോളിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ വേറെ ഏത് വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആയാലും സവാള ആയാലും എല്ലാം നീളത്തിന് വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ജൂലിയൻ കട്ടാണ്. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ക്രിസ്പി ആയിട്ട് കിട്ടുന്ന എപ്പോഴും ടേസ്റ്റി. ഇച്ചിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ വേവ് ആവശ്യം, അതായത് കൂടുതൽ വെന്ത് കിട്ടേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ആദ്യം ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ പിന്നീട് ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിനും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കും. ഇച്ചിരി വീതം ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ചിക്കൻ കുക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത അതേ മസാലപ്പൊടികൾ തന്നെയാണ് ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഈ സോസൊക്കെ ആഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ വാങ്ങി വെക്കാൻ നേരമാണ് സോസസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചില്ലി സോസും ഡാർക്ക് സോയാ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. പീസസ് മാത്രമായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ ചെറിയ പീസസ് ആക്കി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഉപ്പും എരിയും ഒക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ റാപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷീറ്റ് മേക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഡയറക്റ്റായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മൈദപ്പൊടിയുടെയും കോൺഫ്ലോറിൻ്റെയും ഒരു മിക്സാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം അത് നമുക്ക് ചെറിയ ദോശ, വളരെ തിന്നായിട്ട് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഈ ദോശ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസസ് ഉണ്ട്. വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി മൈദപ്പൊടി ഒന്ന് തൂകി കൊടുത്തിട്ട് വേണം ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റാപ്പ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ബൈൻഡിങ് സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മൈദയും വെള്ളവും കൂടി ചേർത്തിട്ട് തന്നെയാണ് ഒരു ഗം പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ലോണം ഒട്ടിച്ച് വെക്കാൻ പറ്റും. ദേ കാണുന്ന പോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും വിട്ടു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ നല്ലോണം സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സെറ്റായിരിക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നതിന് ഒത്തിരി ടൈം വേണ്ടി വരില്ല, കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ എല്ലാം. അപ്പോൾ ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയി കിട്ടും ഈ റാപ്പ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. ഇപ്പോൾ ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ പല വെറൈറ്റി നമുക്ക് ചെയ്യാം. ചിക്കനിൽ ചെയ്യാം, ബീഫിൽ ചെയ്യാം, വെറും വെജിറ്റബിൾസിൽ മാത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.